പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഉഴുന്നിട്ടതാ, ചെറിയൊരു ഗ്ലാസ്, അത് അരച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി ഞാൻ. പിന്നെ ഉള്ളി ഒരു ചെറിയ കഷ്ണം, സവാള ഉള്ളി, കൊച്ചുള്ളിയാണ് ഒരു 5-6 കഷ്ണം, ഇതൊരു സവാള ഉള്ളിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുളകും കരിയാപ്പില ഇല്ല ഇവിടെ ആയതുകൊണ്ട്, ഡൽഹിയിലായതുകൊണ്ടില്ല. പിന്നെ മുളക് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ടാണ് മുളക് ഇടാത്തത്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് ഞാൻ ചതച്ചിങ്ങനെ പൊടിച്ചിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്, അതെല്ലാം ഉരുന്നുള്ളൂ. കുരുമുളക് പൊടിയും കൂടി ഇടാം. ചതയ്ക്കുകയേ ചെയ്യാവും കുരുമുളക്. ഇതിപ്പം എൻ്റെ ഇച്ചിരി പൊടിഞ്ഞ ഞാൻ അത് കൈയൊന്നിങ്ങനെ ഒന്ന് ആക്കിയിട്ട്. ഇപ്പം പാറക്കുട്ടിയുടെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അകടന്ന് ബഹളം മതി. അപ്പം നമ്മൾ അതെല്ലാം കൂടി ഇട്ട് തേണ്ടി ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഇങ്ങനൊന്നും എത്രയും നമ്മൾ കൈ കൊണ്ട് മിക്സ് ആക്കുന്നു അത്രയും നമ്മൾ നല്ല ഇങ്ങനെ പച്ചമുളകും കരിയാപ്പിലയും കൂടെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. പക്ഷെ നമുക്ക് പച്ചമുളക് കൊണ്ട് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ടില്ല, കരിയാപ്പില ഞാൻ ഇടും. അപ്പം നമ്മൾ ഇതൊന്ന് നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ അടുപ്പിലോട്ട് ഒരു ചീനിച്ചട്ടിയോ. അപ്പം നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ അപ്പച്ചട്ടി അതെടുത്ത് അടുപ്പിലോട്ട് വെച്ചു. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണയൊന്ന് ഒഴിച്ച്, വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, തിളയ്ക്കുന്നിടം വരെ. എണ്ണ തിളയ്ക്കണം, എന്നിട്ടേ അടുപ്പിലോട്ട് ഇടാം. അപ്പം നമ്മൾ എണ്ണയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വരുമ്പം ഒരു സമയം, അപ്പം നമ്മൾ അന്നേരമേ ചായയൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മുടെ വട ഉണ്ടെങ്കിൽ നമ്മൾ വട ഉരുട്ടി നമ്മൾ ഇതിനകത്തോട്ട് ഇടും. ഞാൻ ഉപ്പിന് നേരത്തെ ഇച്ചിരി ചേർത്ത് വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു. നമ്മുടെ വടയെല്ലാം നമുക്ക് 3 തീയൊന്ന് നമ്മൾ കുറച്ചിട്ടേക്കും. നമ്മുടെ വട എന്ന് പറഞ്ഞാൽ ചായക്ക് പുറത്തടുപ്പിലോട്ട് ചായയും വെച്ചിട്ട് നോക്കി വടയൊന്ന് തിരിച്ച് വടയെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മുടെ വടയെല്ലാം നന്നായിട്ട് കിടന്ന് തിളയ്ക്കും, ഒന്ന് മൂക്കണം. ഇപ്പം ഇന്ന് 4 മണിക്കലത്തെ പലഹാരമാണ് ചായയും വടയും. എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്